ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കഷ്ടപ്പെടുന്നവരോടുള്ള കരുണയാണ് ഈശ്വരനോടുള്ള നമ്മുടെ കടമ. സ്നേഹവും കാരുണ്യവും കൊണ്ട് മാത്രമേ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകൂ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, വീഴ്ചകൾ നമ്മുടെ കൂടി കുറ്റങ്ങളായി അഥവാ വീഴ്ചകളായി കാണാൻ നമുക്ക് കഴിയണം. അറിയാതെ നമ്മുടെ കൈ നമ്മുടെ കണ്ണിൽ കൊണ്ടാൽ നാം കൈയിനെ ശിക്ഷിക്കുമോ? ഇല്ല. കണ്ണിൻ്റെ വേദന ശമിപ്പിക്കുവാനേ ശ്രമിക്കുകയുള്ളൂ. കാരണം കൈയും കണ്ണും നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ തന്നെ ഭാഗമാണ്. അതുപോലെ മറ്റുള്ളവരുടെ കുറവുകൾ പൊറുക്കാനും അവരുടെ കുറവുകൾ പോലെ തന്നെ അത് നമ്മുടെ കുറവുകളും ആയി കരുതുവാനും കഴിയണം. സർവ്വജീവജാലങ്ങളിലും നമ്മെ തന്നെ, നമ്മുടെ ആത്മാവിനെ തന്നെ കാണുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കും. തന്നെ തന്നെ മറ്റുള്ളവരിൽ ദർശിച്ച് അവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മുടേതായി കാണാൻ കഴിയുക, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുക, ഇതാണ് യഥാർത്ഥ ആദർശം. സ്വർണം സുന്ദരമാണ്, വളരെ വിലപിടിപ്പുള്ളതുമാണ്. എന്നാൽ അതിന് പരിമളം കൂടി ഉണ്ടായാലോ അതിൻ്റെ മൂല്യവും സൗന്ദര്യവും എത്രയോ ഇരട്ടി വർദ്ധിക്കും. ധ്യാനവും മറ്റ് ആധ്യാത്മിക സാധനകളും വിലമതിക്കാനാവാത്തതാണ്. എന്നാൽ അതോടൊപ്പം നമുക്ക് സഹജീവികളോട് കാരുണ്യം കൂടി ഉണ്ടായാൽ അത് സ്വർണത്തിന് സുഗന്ധം ലഭിക്കുന്നത് പോലെയാണ്. നമ്മുടെ ജീവിതത്തിലും ആ ദിവ്യ സുഗന്ധം നിറഞ്ഞു നിൽക്കും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.